ഈശോയ്ക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരീ സഹോദരങ്ങളെ, പീഡാനുഭവ വാരത്തിലെ വികാര വായ്പ് തുളുമ്പി നിൽക്കുന്ന ഒരനുഷ്ഠാനക്രമമാണ് കർത്താവിൻ്റെ കാലുകഴുകൽ ശുശ്രൂഷ. പെസഹ വ്യാഴാഴ്ചയാണ് സാധാരണ കാലുകഴുകൽ ശുശ്രൂഷയുടെ അനുഷ്ഠാനം നമ്മൾ ഓർമ്മിക്കുന്നത്. കർത്താവ് ഊട്ടുശാലയിലെ ഊട്ടുമേശയിലെ പ്രഥമ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് തൻ്റെ മേലങ്കി മാറ്റി അരയിൽ കച്ച ചുറ്റി തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു. പത്രോസിൻ്റെ അടുക്കിലേക്ക് കർത്താവ് എത്തുമ്പോൾ പത്രോസ് തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയാണ്. നീ എൻ്റെ കാല് കഴുകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. കർത്താവ് ദൈവമാണ്, ഞങ്ങളുടെ ഗുരുവാണ്, ഞങ്ങളുടെ യജമാനനാണ്. നീ എഴുന്നേറ്റ് ഞങ്ങളുടെ കാലുകൾ കഴുകുന്നത് ഒരു അടിമ ചെയ്യുന്ന തരം താഴ്ന്ന ജോലിയാണ്. അതുകൊണ്ട് നീ എൻ്റെ കാല് കഴുകാൻ ഞാൻ അനുവദിക്കുകയില്ല, ഞാനത് സമ്മതിക്കുകയില്ല. പത്രോസിൻ്റെ ഈ തടസ്സവാദങ്ങളുടെ മുൻപിലെ കർത്താവ് പത്രോസിനെ ശാസിക്കുന്നുണ്ട്. കർത്താവ് പത്രോസിനോട് പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് ഞാനുമായി ബന്ധമില്ല. ഇന്ന് ഈ ധ്യാന വിചിന്തനത്തിലെ നമ്മൾ പ്രാർത്ഥനാപൂർവം പഠിക്കാൻ ആഗ്രഹിക്കുന്ന തിരുവചനത്തിലെ സൂത്രവാക്യം ഇതാണ്: ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് ഞാനുമായിട്ട് ബന്ധമില്ല. സ്നേഹമുള്ളവരെ, കഴുകുക എന്ന് പറയുന്നത് പാപമോചനത്തിൻ്റെ അടയാളമാണ്. നിങ്ങൾ അടുത്ത കാലത്ത് തിരുപ്പട്ട സ്വീകരണം കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഈ രൂപതകളിലൊക്കെ തിരുപ്പട്ട സ്വീകരണത്തിന് ഒരു പ്രാദേശികമായിട്ടുള്ള അനുരൂപണമുണ്ട്. തിരുപ്പട്ടത്തിൻ്റെ ആരാധനാക്രമ പ്രദക്ഷിണം മോണ്ടളത്ത് നിന്ന് ആരംഭിച്ച് അൾത്താരയിലേക്ക് വരികയാണ്. വൈദികർക്ക് ശേഷം പട്ടം സ്വീകരിക്കാൻ പോകുന്ന ഡീക്കൻ അദ്ദേഹത്തിൻ്റെ ഇരു കരങ്ങളിലും അദ്ദേഹത്തിൻ്റെ കുർബാനക്കുപ്പായം നിവർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഈ ഡീക്കൻ്റെ ഇടതും വലതും നിൽക്കുന്നത് അപ്പനും അമ്മയുമാണ്. അതിൻ്റെ പിറകിലാണ് മെത്രാൻ ഔദ്യോഗികമായിട്ട് നിൽക്കുന്നത്. ഈ ലിറ്റോർജിക്കൽ പ്രദക്ഷിണം അൾത്താരയിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഡീക്കൻ മധുബഹായ്ക്ക് താഴെയുള്ള ക്രാസിയുടെ മുൻപിലെ അൾത്താരയ്ക്ക് നടുവിലായിട്ട് നിൽക്കുന്നു. വൈദികൻ്റെ അമ്മ താലത്തിൽ വെള്ളമെടുത്ത് തൻ്റെ മകൻ്റെ കരങ്ങൾ കഴുകുന്നു. അപ്പച്ചൻ വെള്ളത്തുണി എടുത്ത് ആ കരങ്ങൾ തോർത്തി വൃത്തിയാക്കുന്നു. അമ്മ മടിയിലിരുത്തി എന്ന വികാരനിർഭരമായിട്ടുള്ളൊരു ഗാനം അപ്പോൾ ഗായക സംഘം ആലപിക്കും. ഒരുപക്ഷെ തിരുപ്പട്ട ശുശ്രൂഷയിലെ കൈവെപ്പ് പ്രാർത്ഥനയെപ്പോലെ തന്നെ ജനങ്ങൾക്ക് വികാരവായ്പുണ്ടാക്കുന്ന ഒരു അനുഷ്ഠാനക്രമമാണിത്. മുട്ടുകുത്തി നിൽക്കുന്ന മകൻ്റെ ശിരസിലെ അപ്പച്ചനും അമ്മച്ചിയും കരങ്ങൾ വെച്ച് ആശീർവദിച്ച് പ്രാർത്ഥിച്ചിട്ട് അവരെ വലതുകരം പിടിച്ച് അൾത്താരയിലെ അഭിമന്യ പിതാവിൻ്റെ മുൻപിലേക്ക് ഡീക്കനെ കൊടുക്കുകയാണ്. കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും നിർമ്മലമാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ കർത്താവേ, നിൻ്റെ ബലിപീഠത്തിലെ ഈ കാഴ്ച വസ്തു നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. ഞാൻ വൈദിക തിരുപ്പട്ട ദാന ശുശ്രൂഷയിൽ ശമാശന്മാരോട് പറയാറുണ്ട്, ഈ കഴുകി വൃത്തിയാക്കപ്പെടുന്ന ഈ അനുഷ്ഠാനക്രമം വൈദികൻ്റെ വിളിയുടെ
പാപബദ്ധമായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഞാനും നിങ്ങളും പാപികളാണെന്നുള്ള സത്യം മറക്കാതെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അനുഷ്ഠാനക്രമമാണിത്. ക്രൈസ്തവ ജീവിതത്തിലെ സുബോധമെന്ന് പറയുന്നത് പാപബോധമാണ്. ഒരുപക്ഷെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ തിരിച്ചറിവ് നമ്മൾ പാപികളാണെന്നുള്ള തിരിച്ചറിവാണ്. ഞാൻ പാപിയാണ്, ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ കരുണയ്ക്ക് കേഴേണ്ടവനാണെന്നുള്ള തിരിച്ചറിവ്. ഒരുപക്ഷെ ഇന്നത്തെ ഈ വിചിന്തനത്തിലെ പത്രോസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന അപകടകരമായിട്ടുള്ള ഒരു തിന്മ, അത് പത്രോസ് താൻ മറ്റുള്ളവരെക്കാൾ കേമനാണെന്നുള്ള ഭാവമാണ്. ഒരുപക്ഷെ ലൂക്കായുടെ സുവിശേഷത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ കർത്താവ് പത്രോസിനെ വിളിക്കുന്ന രംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസിനെ കർത്താവ് വിളിക്കുന്ന രംഗങ്ങൾ കഫർന്നഹൂമിലെ അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ച് പകലന്തിയോളം പണിയെടുത്ത് ഒന്നും കിട്ടാതെ വല കഴുകി വൃത്തിയാക്കി വെള്ളം കരക്കടിപ്പിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് കർത്താവ് കഫർന്നഹൂമിൽ വരുന്നത്. കർത്താവ് ആ വള്ളത്തിലിരുന്ന് തൻ്റെ ചുറ്റും കൂടി ജനസഞ്ചയത്തോട് പ്രസംഗിച്ചു. അതിനുശേഷം കർത്താവ് പത്രോസിനോട് പറഞ്ഞു, വെള്ളം മുന്നോട്ട് നീക്കുക, വലകൾ താഴോട്ടിറക്കുക. പത്രോസ് പറഞ്ഞു, കർത്താവെ, പകലന്തിയോളം പണിയെടുത്തിട്ട് ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ എങ്കിലും നിന്റെ വാക്കനുസരിച്ച് ഞങ്ങൾ വലയിറക്കുന്നു. വല നിറയുവോളം മത്സ്യം കിട്ടി. അവൻ്റെ അത്ഭുതത്തിന് പരിധിയില്ലായിരുന്നു. വല നിറയുവോളം മത്സ്യം കിട്ടി. വല കീറിപ്പോകുമോ എന്ന് അവർക്ക് ആശങ്കയും അസ്വസ്ഥതയൊക്കെ ഉണ്ടായി. അവസാനം ഈ വല വലിച്ചു കയറ്റി പത്രോസ് വലയിലെ മത്സ്യത്തെ അല്ല നോക്കിയത്. പത്രോസ് വന്ന് കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി അവൻ്റെ കാൽപാദങ്ങൾ സാഷ്ടാംഗം വർണ്ണമിച്ച് പറഞ്ഞ ഒരു വചനമുണ്ട്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, നീ എന്നിൽ നിന്ന് അകന്നു പോകണം. ഒരുപക്ഷെ പത്രോസിൻ്റെ അയോഗ്യതയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് പത്രോസിൻ്റെ ദൈവവിളിയുടെ ആരംഭം കുറിക്കുന്നത്. നോക്കൂ പ്രിയമുള്ളവരെ, 3 കൊല്ലം കർത്താവിൻ്റെ കൂടെ നടന്ന് പരിശീലനമൊക്കെ സ്വീകരിച്ച പത്രോസ് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ പഠിച്ച് പണിക്കരായി. പത്രോസിന് അറിവ് വർദ്ധിച്ചു. അപ്പസ്തോലന്മാരുടെ മുഖ്യ അപ്പസ്തോലനായിട്ട് കർത്താവ് അവനെ നിയമിച്ചു. ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്നത് പത്രോസിലെ വന്ന മാറ്റം, താൻ മറ്റുള്ളവരെക്കാൾ കേമനാണ്, താൻ മറ്റുള്ളവരെക്കാൾ ഭേദമാണ്, താൻ മിടുക്കനായതുകൊണ്ടാണ് കർത്താവ് തന്നെ അപ്പസ്തോലന്മാരുടെ ലീഡറായിട്ട് നിയമിച്ചത് എന്നുള്ളൊരു ധാരണ പത്രോസിന് കടന്നു. അതുകൊണ്ടാണ് പത്രോസ് കർത്താവിനോട് തടസ്സം പറഞ്ഞത്, നീ എന്നെ കഴുകാൻ ഞാൻ സമ്മതിക്കുകയില്ല, നീ എന്നെ കഴുകാൻ ഞാൻ സമ്മതിക്കുകയില്ല. വിശുദ്ധനായ അഗസ്തീനോസിനെ കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ട് കാണും. പുതിയ നിയമത്തിലെ ധൂർത്തപുത്രൻ്റെ കഥ അഗസ്തീനോസിൻ്റെ കഥയാണെന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. ഈ അഗസ്തീനോസ് പുണ്യവാളൻ തൻ്റെ ആത്മകഥയിലെ ദ കൺഫെഷൻസ് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. പാപം ചെയ്തില്ല എന്ന് പറയുന്നവനല്ല, ഞാൻ പാപിയാണെന്ന് പറയുന്നവനാണ് വിശുദ്ധൻ. ഞാൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എന്ന് അഹന്ത പറയുന്നവൻ വിശുദ്ധനല്ല. ദൈവമേ, ഞാൻ പാപിയാണ്, ദൈവമേ എന്നോട് കരുണ തോന്നണേ, എൻ്റെ ബലഹീനതകളിൽ ഞാൻ വീണുപോയി എന്ന് പറയുന്നവൻ ആരാണോ അവനാണ് വിശുദ്ധൻ. ഈ കാലഘട്ടങ്ങളിലെ നമ്മുടെ മനുഷ്യരുടെ ഇടയിലുള്ള ഒരു വലിയ തിന്മയാണ് പാപമില്ലെന്നുള്ളൊരു തിന്മ.
വിശുദ്ധനായ യോഹന്നാൻ 23-ാമൻ മാർപ്പാപ്പ ഈ തിന്മയെക്കുറിച്ച് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. മാർപ്പാപ്പ പറയുന്നു, ലോകത്തിലെ ഏറ്റവും ഗൗരവമായിട്ടുള്ള പാപം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പാപം ഏതാണ്? പരിശുദ്ധ പിതാവ് പറയുകയാണ്, പാപങ്ങളിൽ വെച്ച് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പാപം പാപബോധം നഷ്ടപ്പെടുന്നതാണ്. ഞാൻ പാപം ചെയ്തിട്ടില്ല, എനിക്ക് തിന്മയില്ല, ഞാൻ പാപിയല്ലെന്ന് ആരാണോ അഹന്ത പറയുന്നത്, അവനാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പാപം ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ മനുഷ്യരെ പാപത്തെ വളരെ വളരെ ലഘൂകരിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. പാപത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലും അതിൻ്റെ യഥാർത്ഥ മാനത്തിലും നോക്കിക്കാണാൻ കഴിയാതിരിക്കുക. പത്രോസിന്റെ വാക്കുകളിൽ പ്രതിധ്വനിക്കുന്ന ഒരു ആത്മധൈര്യമുണ്ട്. കർത്താവേ, നീ എന്നെ കഴുകാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല, നീ കഴുകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഒരുപക്ഷെ അപകടം പിടിച്ച എൻ്റെയും നിങ്ങളുടെയും ഒരു മാനസിക വ്യവസ്ഥതയുടെ, മാനസിക ഭാവത്തിൻ്റെ ഒരടയാളമാണ് ഈ വലിയ തിന്മ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വലിയ ആഴ്ചയിലെ, ഈ വിശുദ്ധ വാരത്തിലെ നമുക്ക് പ്രാർത്ഥനാപൂർവം നമ്മുടെ പാപകരമായ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധനായ യോഹന്നാൻ അപ്പസ്തോലൻ എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 8 തുടങ്ങി 10 വരെയുള്ള തിരുവചനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. യോഹന്നാൻ അപ്പസ്തോലൻ പറയുകയാണ്, എന്നാൽ പാപം എന്നിലില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നുണ പറയുന്നു. പാപം എന്നിലില്ലെന്ന് നിങ്ങൾ എപ്പോഴാണോ പറയുന്നത്, അപ്പോൾ നിങ്ങൾ വ്യാജം പറയുന്നു, നിങ്ങൾ സത്യസന്ധരല്ല. ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയുന്നവൻ ആരോ അവനാണ് സത്യസന്ധൻ, അവനാണ് ആത്മാർത്ഥതയുള്ളവൻ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നോക്കൂ പ്രിയമുള്ളവരെ, ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ പാപികളാണെന്ന് സമ്മതിച്ചാൽ ഏറെ കരുണയോടുകൂടെ അവൻ നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയും. നിങ്ങൾ പാപികളാണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഏറെ കരുണയോടുകൂടെ അവൻ നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയും. നിങ്ങൾ പാപം ചെയ്തു എന്ന് സമ്മതിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കൃപ ലഭിക്കും. പത്രോസിൻ്റെ തടസ്സവാദത്തിന് കർത്താവ് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? പത്രോസിനോട് എന്താ കർത്താവ് പറഞ്ഞ്? നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് ഞാനുമായിട്ട് ബന്ധമില്ല. ഞാനും നിങ്ങളും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കെട്ടുപാട് പാപത്തിൻ്റെ കെട്ടുപാടാ. നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നത് നിങ്ങൾ പാപികളായതുകൊണ്ടാ. എന്നെ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചത് എൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ പാപം കൊണ്ടാണെന്നുള്ള തിരിച്ചറിവാണ് എന്നെ നയിക്കേണ്ടത്. ഒരുപക്ഷെ മേൽപ്പട്ടക്കാരൻ്റെ ശുശ്രൂഷയിലേക്ക് കർത്താവ് എന്നെ നിയോഗിച്ചത് എൻ്റെ പുണ്യം കൊണ്ടെന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ പാപത്തിൻ്റെ ദുർഭഗാവസ്ഥ കണ്ടിട്ട് കർത്താവ് കരുണ തോന്നിയിട്ടാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെയും തമ്പുരാൻ കഴുകുന്ന സന്ദർഭമാണ് ഈ പീഡാനുഭവ വാരമെന്ന് തിരിച്ചറിയുക. കർത്താവ് എന്നോട് കരുണ കാണിക്കുന്ന സന്ദർഭം, എൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന സന്ദർഭം, ഈ കരുണയുടെ സന്ദർഭങ്ങളിലെ പാപങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു നടക്കാനായിട്ട് നമുക്ക് കഴിവുണ്ടാകണം. നമ്മളൊക്കെ സുബോധമുള്ളവരായിട്ട് ആത്മാർത്ഥതയോടുകൂടെ കർത്താവെ, ഞാൻ പാപിയാണ്, എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാനും പറയാനും നിങ്ങൾക്ക് കഴിവുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് അപ്പസ്തോലന്മാർക്ക് വേണ്ടി നടത്തിയ മനോഹരമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 17-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ തിരുവചനം, കർത്താവ് തൻ്റെ ശ്രേഷ്ഠരായിട്ടുള്ള ശിഷ്യന്മാർക്ക് നടത്തിയ പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്നറിയാമോ? പിതാവേ, നീ ഇവരെ സത്യത്തിൽ
വിശുദ്ധീകരിക്കണമേ. നീ ഇവരെ സത്യത്തിൽ വിശുദ്ധീകരിക്കണമേ. എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, നിന്റെ വചനമാണല്ലോ സത്യം. കാല് കഴുകുന്ന ശുശ്രൂഷ വെള്ളം കൊണ്ട് ശരീരത്തിലെ കാൽപാദങ്ങൾ കഴുകി വെടുപ്പാക്കുന്ന ശുശ്രൂഷയല്ല, എൻ്റെ ഹൃദയം കർത്താവ് കഴുകുന്ന ശുശ്രൂഷയാണ്. എൻ്റെ ഹൃദയം കഴുകാനായിട്ട് കർത്താവിന് സാധിക്കണമെങ്കിൽ സത്യത്തിൻ്റെ വലിയ അരൂപി കൊണ്ട് ഞാൻ നിറയണം. സത്യസന്ധതയോടുകൂടെ എത്ര വലിയ പാപമാണെങ്കിലും എൻ്റെ കർത്താവ് എന്നോട് പൊറുക്കും. നമ്മുടെ ഇടയിലെ ജനങ്ങൾക്കുള്ള വലിയ ഒരു ഭയമാണ്, പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ എൻ്റെ സ്ഥാനം പോകൂ, എൻ്റെ മാനം പോകും, എൻ്റെ അഭിമാനം ആളുകളുടെ ഇടയിൽ ഇടിഞ്ഞു പോകും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക, നിങ്ങൾ പാപങ്ങൾ തുറന്ന് കർത്താവിൻ്റെ മുൻപിൽ ഏറ്റുപറയുമ്പോൾ കർത്താവ് നിങ്ങളോട് അനിതര സാധാരണമായിട്ടുള്ള കാരുണ്യം കാണിക്കും. അതാണ് ധൂർത്തപുത്രൻ്റെ കഥയിൽ നിങ്ങൾ കാണുന്നത്. വൃത്തികെട്ട ഇളയ മകൻ, മ്ലേച്ഛമായി ജീവിച്ച ദുർവൃത്തൻ, അവൻ ചെയ്യാത്ത കൊള്ളരുതായ്മകൾ എന്താ ഉള്ളത്? പണവും പെണ്ണും കാശുമായിട്ട് അവൻ ജീവിതം താന്തോന്നിയായിട്ട് നടന്നവനല്ലേ. പക്ഷെ എത്ര മനോഹരമായിട്ട് പിതാവ് അവനെ കഴുകിയത്. പിതാവേ, ഞാൻ പാപിയാണ്, പിതാവേ നിന്റെ പുത്രനെന്ന് വിളിക്കാൻ എനിക്ക് അർഹതയില്ല, നിന്റെ തിരുമുൻപിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. ആ വാക്കുകളുടെ മുൻപിൽ കർത്താവ് അവനെ കഴുകി വൃത്തിയാക്കി. അവന് കൊടുക്കാത്തത് എന്താ ഉള്ളത്? അവൻ്റെ നാറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ പിച്ചിച്ചീന്തി കളഞ്ഞ് കർത്താവ് അവനെ ചുമന്ന മേലങ്കി കൊണ്ട്, ദൈവപുത്ര സ്വീകാര്യത്തിൻ്റെ മേലങ്കി കൊണ്ട് അവൻ അണിയിച്ചു. അവൻ്റെ കാലുകളിൽ പാതുകങ്ങളിട്ടു, അവൻ്റെ കൈകളിലെ മുദ്രമോതിരമണിയിച്ചു, അവൻ്റെ ശിരസിലെ പിതാവ് ചക്രമുത്തം കൊടുത്തു. മെഴുത്ത കാളയെ കൊന്ന് വിരുന്നുണ്ടാക്കി അവർ സന്തോഷപൂർവ്വം ആഹ്ലാദിച്ചു. സ്നേഹമുള്ളവരെ, പാപികളാണ് നമ്മളെന്നുള്ള തിരിച്ചറിവ് അത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ പ്രാരംഭം കുറിക്കുന്നു. പാപത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ വിശദാംശങ്ങൾ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഗൗരവമായിട്ടുള്ള വിശദാംശങ്ങൾ, അതൊക്കെ എൻ്റെ സ്വകാര്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം. പക്ഷെ എന്നെ നയിക്കേണ്ട മുന്നോട്ട് നയിക്കേണ്ട ഒരു വികാരമുണ്ട്. ഞാൻ പാപിയാണ്, ഞാൻ അയോഗ്യനാണ്, എനിക്ക് യോഗ്യതയില്ലാത്തവനാണ്. ഈ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ പാപങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. ഈ വിശുദ്ധ വാരം മുഴുവൻ കർത്താവിൻ്റെ വലിയ കരുണയുടെ ഓർമ്മകളാണ്. കാലുകഴുകൽ ശുശ്രൂഷയുടെ മറ്റൊരു വലിയ മാനം നിങ്ങൾ മനസ്സിലാക്കണം. അത് താഴ്മയുടെ, എളിമയുടെ പ്രതീകമാണ്. കാല് കഴുകുക എളുപ്പമല്ല. കാല് കഴുകുന്നവൻ എളിമപ്പെടുകയാണ്. കർത്താവ് ഊട്ടുമേശയിൽ നിന്ന് നടുവിലെ സ്ഥാനം ഉപേക്ഷിച്ച് മേലങ്കി മാറ്റി അരയിൽ കച്ച ചുറ്റി ശിഷ്യന്മാരുടെ കാലുകൾ മുഴുവൻ കഴുകി. കർത്താവ് തന്നെ അതിൻ്റെ വ്യാഖ്യാനം തന്നു. ഗുരുവും നാഥനുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുന്നുവെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുവിൻ. സ്നേഹമുള്ളവരെ, ഈ കാലുകൾ കഴുകുന്ന ഈ വലിയ അനുഷ്ഠാനം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു മാനമുണ്ട്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പാപാവസ്ഥയാണ് അഹന്ത. അഹന്തയുള്ളവൻ ഒരിക്കലും താൻ പാപിയാണെന്ന് സമ്മതിക്കുകയില്ല. വിശുദ്ധനായ ഫ്രാൻസിസ് സാലസ് ഭക്തിമാർഗ പ്രവേശിക എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസിക്കൽ പുസ്തകമുണ്ട്. ആധ്യാത്മിക രംഗത്ത് വളരെ ഉൾക്കാഴ്ചകൾ നൽകുന്ന ഈ ക്ലാസിക്കൽ പുസ്തകത്തിലെ ഫ്രാൻസിസ് സാലസ് പറയുന്ന ഒരു വലിയ ഉൾക്കാഴ്ചയാണ്, പാപം കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വിധത്തിൽ മനുഷ്യനെ അന്ധനാക്കുന്നത് അവൻ്റെ അഹന്തയാണ്. അഹന്തയുള്ളവൻ ഒരിക്കലും താൻ പാപിയാണെന്ന്
മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, സുവിശേഷത്തിൽ അഹന്ത പ്രവർത്തിച്ച പലർക്കും വീഴ്ചയാണ് അവരുടെ അനുഭവം. പത്രോസ് ഊട്ടുശാലയിൽ വെച്ച് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരാളെ എന്നെ ഒറ്റിക്കൊടുക്കും, അത് നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പത്രോസ് എന്താ പറഞ്ഞെന്നറിയാമോ? ഇവരാരുപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അവിടെ തന്നെയാണ് പത്രോസ് വീഴുന്നത്. ഇവരാരുപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ആ അഹന്തയാണ്, ആ ധാർഷ്ട്യമാണ് പത്രോസിന്റെ അധപതനത്തിന്റെ ആണിക്കല്ല്. ആ കല്ലിലാണ് പത്രോസ് വീണത്. തള്ളിക്കളഞ്ഞ ആ കല്ലില് പത്രോസ് വീണു. അത് പത്രോസിന്റെ അധപതനമാണ്. പണത്തിന്റെ അഹന്തയായിരുന്നു യൂദാസിനെ. യോഹന്നാന്റെ സുവിശേഷത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു കേൾക്കുന്നില്ലേ? പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു. അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ അനധികൃതമായിട്ട് കട്ടെടുത്തിരുന്നു. അവൻ കള്ളനായിരുന്നു. ഞാനേ സ്നേഹമുള്ള നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക, പണം ഒരു ഭ്രാന്താകുന്ന മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർക്ക് പാപം തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യന്റെ കഥയാണ് ധനവാന്റെയും ലാസറിന്റെയും കഥയിൽ നിങ്ങൾ കാണുന്നത്. അവന്റെ വീടിന്റെ പടിക്കല് അവന്റെ ഉച്ഛിഷ്ടങ്ങൾ തിന്ന് ജീവിക്കാൻ ആഗ്രഹിച്ച ദരിദ്രൻ ജീവിച്ചിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവനെ കാണാൻ അവന്റെ കണ്ണുകൾക്ക് കാഴ്ചപ്പാടില്ലായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ധനം മനുഷ്യനെ ഭ്രാന്തനാക്കുന്നുണ്ട്, മനുഷ്യനെ അന്ധനാക്കുന്നുണ്ട്. നമ്മൾ കാണിക്കുന്ന ആർഭാടങ്ങൾ, നമ്മൾ കാണിക്കുന്ന ധൂർത്തുകൾ, അതിൻ്റെ പിറകിലൊക്കെ ഈ പണത്തിൻ്റെ വലിയ അഹന്തയുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ചിലപ്പോൾ അഹന്തയോടുകൂടെ പെരുമാറുന്നവരാ. അതുപോലെ തന്നെ വലിയൊരു തിന്മയാണ് തലക്കനം. ചിലരൊക്കെയുണ്ട്, എൻ്റെ ബുദ്ധി, അതിനേക്കാൾ കഴിവ് ആർക്കാ ഉള്ളതും. നമ്മുടെ ഇടയിലൊക്കെ ചിലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ താഴ്ന്ന നിലയിൽ നിന്ന് പഠിച്ചുയർന്ന് ജീവിതത്തിൻ്റെ ഉന്നത നിലവാരങ്ങളിലേക്ക് എത്തിയ മിടുക്കന്മാരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഉന്നത ശ്രേണിയിൽ വിരാജിക്കുന്ന ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, വക്കീൽമാര്, പൊതുപ്രവർത്തകര്. പക്ഷെ അവരെല്ലാം വലിയ നിലയിലെത്തുമ്പോൾ അവർ കടന്നു വന്ന വഴികൾ അവർ പെട്ടെന്ന് മറക്കുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഇടയിലെ തലയുടെ ഭാരം, ബുദ്ധിയുടെ കനം കൊണ്ട് ജീവിതത്തിൽ അഹന്തയായിട്ട് ജീവിക്കുന്ന എത്രയോ മനുഷ്യരാണ് ഉള്ളത്. നമുക്ക് ഈ സുവിശേഷ വിചിന്തനം അവസാനിപ്പിക്കുമ്പോൾ പത്രോസിനോട് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടെ ഓർമ്മിക്കാം. ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് ഞാനുമായി ബന്ധമില്ല. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും കർത്താവിൻ്റെ സ്വന്തമാകുന്നത് നമ്മുടെ പുണ്യം കൊണ്ടല്ല, നമ്മുടെ പാപം കൊണ്ടാണ്. ഞാനും നിങ്ങളും പാപികളാണെന്ന് തിരിച്ചറിയുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പാപത്തിൻ്റെ ദുരന്തങ്ങൾ, ജഡത്തിൻ്റെ മോഹങ്ങൾ, ലോകത്തിൻ്റെ ആകർഷണങ്ങൾ, പിശാചിൻ്റെ ആധിപത്യം, ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ ചെയ്തു പോയ സർവപാപങ്ങളും തെറ്റാണെന്ന് തിരിച്ചറിവുള്ളവരാകാൻ ഈ വിശുദ്ധവാരം നമ്മെ സഹായിക്കട്ടെ. പന്നിക്കൂടിൻ്റെ നടുവിലെ, പന്നിയുടെ മലമൂത്ര വിസർജനങ്ങളിലെ അലമ്പി ജീവിച്ച ധൂർത്തപുത്രൻ, പന്നി തിന്നുന്ന തവിട് കൊണ്ട് വിശപ്പടക്കാൻ മോഹിച്ച ധൂർത്തപുത്രൻ, അവന് സുബോധമുണ്ടായി. അവൻ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു നടന്നു. ഞാനും നിങ്ങളും കരുണയുള്ള കർത്താവിൻ്റെ പക്കലേക്ക് ഈ പീഡാനുഭവ വാരത്തിൽ നമ്മുടെ പാപങ്ങളോർത്ത് ദുഃഖിച്ച്, നമ്മുടെ അയോഗ്യതകളോർത്ത് കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട്, കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണേ, ഞങ്ങളെ കഴുകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പത്രോസ് രണ്ടാമത് പറഞ്ഞില്ലേ, എങ്കിൽ കർത്താവേ നീ എൻ്റെ കാലുകൾ മാത്രമല്ല എൻ്റെ ശിരസ് മുതൽ പാദത്തിൻ്റെ അറ്റം വരെ നീ എന്നെ കഴുകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണ കാണിക്കണേ എന്ന് നമുക്ക് കർത്താവിനോട് യാചിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.